ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എൻഡിഎയുടെ വിജയം സുനിശ്ചിതമാണെന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി എനിക്ക് വിനോദ് ചേരുന്നു. വിനോദ്, മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്നു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ. വിശദാംശങ്ങൾ. അതിന് തീർച്ചയായും നമുക്കറിയാം, ദേശീയ തലത്തിലുള്ള എക്സിറ്റ് പോൾ സർവേകൾ പുറത്തു വന്നപ്പോൾ ഭൂരിപക്ഷം സർവേകളും പറയുന്നത് ഇത്തവണ കേരളത്തിൽ എൻ.ഡി.എ, അതായത് എൻ.ഡി.എ മുന്നണി, അതായത് ബി.ജെ.പി നയിക്കുന്ന എൻ.ഡി.എ മുന്നണിക്ക് 1 മുതൽ 3 വരെ സീറ്റ് ലഭിക്കും എന്നാണ് ഭൂരിപക്ഷം സർവേകളും പറയുന്നത്. അതിലൊരു സർവേ 4 സീറ്റ് വരെ പറയുന്നുണ്ട്. അതിൽ 3 സീറ്റ് പറയുന്നതിൽ ഒന്ന് തിരുവനന്തപുരം, മറ്റൊന്ന് തൃശ്ശൂർ, മറ്റൊന്ന് ആറ്റിങ്ങൽ എന്നിങ്ങനെ 3 സീറ്റുകളാണ്. നമ്മളിപ്പോൾ ആറ്റിങ്ങലിനെ വിലയിരുത്തുകയാണെങ്കിൽ നമുക്കറിയാം ഏറെ ശ്രദ്ധേയമായ പോരാട്ടം നടന്ന മണ്ഡലം. കാരണം ബി.ജെ.പിയും CPM-ഉം കോൺഗ്രസും നേരിട്ട് മത്സരിച്ച ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ, അതേപോലെ തന്നെ നിലവിൽ അവിടുത്തെ MP ആയിട്ടുള്ള അടൂർ പ്രകാശ്, മറ്റൊരു ആളെന്ന് പറയുന്നത് വർക്കല MLA-യും CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള വി ജോയ്. ഇവർ തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായിരുന്നു. നമുക്കറിയാം CPM ഒരു പ്രസ്റ്റീജ് മത്സരം പോലെ തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ അവരുടെ പ്രചരണം പോലും ആളില്ലാതെ, ആ പ്രചരണത്തിന് പോലും ആളെ ഇറക്കാതെ മുഴുവൻ CPM-ന്റെ മുഴുവൻ മിഷനറിയും അവർ ഇറക്കിയുള്ള പ്രചാരണമാണ് അവർ ആറ്റിങ്ങൽ നടത്തിയത്. പക്ഷേ NDA സംബന്ധിച്ച് വോട്ടിൽ വളരെയധികം കുതിച്ചുചാട്ടമുള്ളൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. നമുക്കറിയാം കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ അവിടെ ഉണ്ടായ വോട്ടിന്റെ വർധനവ്, ആ ഒരു പാറ്റേണിലാണ് അവിടുത്തെ മത്സരം നടന്നത്. അടൂർ പ്രകാശും അദ്ദേഹം നിലവിലുള്ള MP എന്നുള്ള നിലയിൽ പോരാട്ടം നടന്നുവെങ്കിലും ദേശീയ സർവേകളെല്ലാം വി മുരളീധരന്റെ വിജയമാണ് ഉണ്ടാകുമെന്നുള്ള ഒരു സർവേ ഫലമാണ് പുറത്തു വരുന്നത്. നമുക്കൊപ്പം ചേരുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ BJP-യുടെ പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ആ മണ്ഡലത്തിന്റെ ചുമതലയുണ്ടായിരുന്ന BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷാണ്. ഈ ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളുടെ സർവേ വരുമ്പോൾ ഈ സർവേയും അങ്ങ് ഈ മണ്ഡലത്തിൽ ഒട്ടാകെ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. അവിടുത്തെ ജനങ്ങളുടെ ഒരു വികാരവും ഈ വരുന്ന സർവേയും ഏത് തരത്തിലാണ് ഇതിനെ രണ്ടിനെയും വിലയിരുത്തുന്നത്? അല്ല, ഇന്ന് ആറ്റിങ്ങൽ പാർലമെൻറ്റ് ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന ദേശീയ മാധ്യമങ്ങളുടെ സർവേ റിപ്പോർട്ട് ഞങ്ങളെ സംബന്ധിച്ച് അത്ഭുതകരമായിട്ടുള്ളതല്ല. കാരണം കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സംഘടനാ പ്രവർത്തനം അവിടെ നടത്തി. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ശ്രീ വി മുരളീധരൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം അവിടുത്തെ പ്രമുഖരായിട്ടുള്ള വോട്ടർമാരെ മുഴുവൻ പഞ്ചായത്ത് തലത്തിൽ യാത്ര ചെയ്ത് പ്രമുഖരായിട്ടുള്ള ജാതി മത വ്യത്യാസമെന്നെ എല്ലാ വോട്ടർമാരെയും ചെന്ന് കാണാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തി. ആ മണ്ഡലത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, അടൂർ പ്രകാശ് അവിടെ MP എന്ന നിലയിൽ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന ഘട്ടത്തിലും അവിടുത്തെ ഒരു MP-യുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്ത ഒരു നന്ദി ആ നാട്ടിലെ ജനത പ്രകടിപ്പിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എന്തുകൊണ്ടും പാർട്ടി പ്രവർത്തകർ എല്ലാ വീടുകളിലും എത്തി. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ശ്രീ വി മുരളീധരൻ അദ്ദേഹത്തിന് അവിടുത്തെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ കണ്ടു, ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു. ഈ 2 ഘടകങ്ങളും മാത്രമല്ല, കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ 24% വോട്ട് 10%-ത്തിൽ നിന്ന് 14% വർധനയോടുകൂടി 24% വോട്ട് കിട്ടിയൊരു മണ്ഡലമാണ്. അവിടെ BJP-യുടെ ഡൈനാമിക്കായിട്ടുള്ള ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അതിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഞങ്ങളുടെ ഈ ടീം ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഡൈനാമിക്കായിട്ടുള്ള ഗ്രോത്തിന് സാധ്യതയുള്ള മണ്ഡലം എന്ന നിലയിലും മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം 14% വോട്ട് BJP-ക്ക് വർദ്ധിച്ചപ്പോൾ 45% ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ വോട്ട് 11% കണ്ട് താഴേക്ക് വന്ന് 34%-ത്തിലേക്ക് കൂപ്പുകുത്തിയതും നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ ഞങ്ങൾ കാണുന്നത് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഗണ്യമായിട്ട് ഞങ്ങളിലേക്ക് വരികയും കോൺഗ്രസിൻ്റെ നല്ലൊരു ഭാഗം വോട്ട് BJP-യിലേക്ക് വരികയും ചെയ്ത് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതിനേക്കാൾ ഒരു 33-34% വോട്ട് BJP-ക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ സംഘടനാ തലത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കണ്ടിരിക്കുന്നൊരു വിലയിരുത്തൽ 30%-ന് മുകളിലേക്ക് വോട്ടെത്തും എന്നുള്ളതാണ്. പക്ഷേ പൊതുവായിട്ടുണ്ടായിരിക്കുന്ന അന്തരീക്ഷങ്ങൾ അതിനപ്പുറത്തേക്കുള്ള സാധ്യതകളാണ് ആദ്യം മുതൽക്ക് തന്നെ പ്രവർത്തിച്ച ഞങ്ങളുടെ പ്രവർത്തകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് കൃത്യമായി അഡ്വക്കേറ്റ് S. സുരേഷ് പറഞ്ഞിരിക്കുന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയ നമ്മൾ ദേശീയ സർവേകൾ വരുമ്പോഴാണ് ആറ്റിങ്ങൽ മണ്ഡലം BJP-ക്ക് വിജയസാധ്യതയുള്ള മണ്ഡലമാണെന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നു പാർട്ടിയെ സംബന്ധിച്ച് അതൊരു അതിശയകരമായ കാര്യമല്ല. കാരണം പാർട്ടിക്ക് അതറിയാം, കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ കണക്കുകളുമായിട്ടാണ് മുമ്പിലേക്ക് പോകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. പ്രത്യേകിച്ചും ഈ നേരത്തെ കഴിഞ്ഞ തവണത്തെ പോലെയല്ല, CPM അവരുടെ ജില്ലാ സെക്രട്ടറിയെ തന്നെ മത്സരിപ്പിക്കുന്നു. അവരുടെ ഒരു MLA ആണ്. അവരുടെ മുഴുവൻ മിഷനറിയും ഞാൻ നേരത്തെ പറഞ്ഞാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ പോലും പന്ന്യൻ രവീന്ദ്രൻ്റെ ലഘുലേഖ കൊടുക്കാൻ പോലും ആളില്ലായിരുന്നു. മുഴുവൻ CPM-കാരും ആറ്റിങ്ങൽ മണ്ഡലത്തിലായിരുന്നു. അപ്പോൾ അവരുടെ പ്രവർത്തനത്തിൻ്റെ അവർ വോട്ട് ഒട്ടും ചോരാതിരിക്കാനുള്ള ഒരു പ്രവർത്തനം അവരവിടെ നടത്തിയിട്ടുണ്ടോ?
അല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. കാരണം അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒരു പ്രാദേശിക പാർട്ടിയായിട്ട് മാറുന്ന സാഹചര്യം, ഒരു ഭീഷണി അവരുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിക്കും പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കുമൊക്കെ ടിക്കറ്റ് കൊടുത്തതുപോലെ തന്നെ, CPM-ൻ്റെ ചിഹ്നം കൊടുത്തതുപോലെ തന്നെ ഇന്നലെ CPM-ലേക്ക് വന്നവർക്കും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലാണ് അവർ മത്സരിപ്പിച്ചത്. അവരിലുള്ള ആൾക്കാരെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഭഗീരഥ പ്രയത്നം അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ അവർ എത്ര പ്രയത്നം നടത്തിയാലും ഇനിയുള്ള കേരളവും ഇനിയുള്ള ഇന്ത്യയും കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യയാണ് ഇനി സൃഷ്ടിക്കപ്പെടുന്നതെന്ന യാഥാർത്ഥ്യം അവർക്ക് നാളെ കൊണ്ട് മനസ്സിലാവും. അതാണ് വി മുരളീധരൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നമുക്ക് ആ വാർത്തയിലേക്ക് വരാം. എന്തായാലും വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് ആറ്റിങ്ങലിൽ BJP-ക്കുള്ളത്. ആതിര തന്നെയാണ്, തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP-യും ഒപ്പം മറ്റു മുന്നണികളും.